നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൗരത്വ ഭേദഗതിക്കെതിരെ രാജ്യത്ത് പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ പ്രവാസ ലോകത്തും പല രീതിയിലും പല പ്രതിഷേധങ്ങളും. ടൊറന്റോയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള പങ്കെടുത്ത പരിപാടിയിലാണ് പ്രതിഷേധം നടന്നത് തന്നെ. ടൊറന്റോ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച ഹിന്ദി ദിവസ് പരിപാടിക്കിടെയാണ് പൗരത്വ നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം നടന്നത് തന്നെ. ടീഷർട്ട് ധരിച്ച് ഒരു കൂട്ടം പ്രതിഷേധക്കാർ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് പ്രവേശിക്കുകയായിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇവർ ക്ഷണിക്കപ്പെടാതെയാണ് പരിപാടിയിൽ എത്തിയതെന്ന് ആരോപിച്ച സംഘാടകർ പ്രതിഷേധക്കാരെ ഹാളിന് പുറത്താക്കുകയുണ്ടായി. തുടർന്ന് പ്രതിഷേധക്കാർ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചു തുടങ്ങിയിരുന്നു. ദേശീയഗാനം ആലപിച്ചുകൊണ്ടാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് തന്നെ. പിന്നീട് ഓം ബിർള ഇതേ ഹാളിലെത്തി പരിപാടിയിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ പൗരത്വ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മദീനയിൽ മുഴുവൻ ഇന്ത്യൻ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ വൻ പ്രതിഷേധ സംഗമം കൂടുകയുണ്ടായി. അസീസിയ മദ്ഹല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ സംസ്ഥാനത്ത് നിന്നുള്ളവർ പങ്കെടുത്തു. വിവിധ സംഘടനാ നേതാക്കൾ പരിപാടിയിൽ അണിചേരുകയുണ്ടായി. മദീനയിൽ ആദ്യമായാണ് മുഴുവൻ ഇന്ത്യൻ സംഘടനകളും സംസ്ഥാനക്കാരും ഒന്നിക്കുന്ന ഇന്ത്യൻ പ്രതിഷേധ സംഗമം നടക്കുന്നത്. സർവകലാശാലകളിൽ നിന്ന് ഉയർന്നുവരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന ഫാസിസ്റ്റ് ഭരണകൂട ഭീകരതയെ ചെറുത്ത് തോൽപ്പിക്കാൻ ഇന്ത്യൻ ജനത മുന്നേറുന്ന കാഴ്ച ആശങ്കാജനകമാണെന്ന് സമ്മേളനത്തിൽ സംസാരിച്ചവർ പറയുകയുണ്ടായി. ദേശീയ കൂടി ആരംഭിച്ച സംഗമത്തിൽ നഫ്സൽ മാസ്റ്റർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുസ്തഫ വാക്കാലൂർ വിഷയാവതരണം നടത്തുകയുണ്ടായി. ജാഫർ എളമ്പിലാക്കോട് മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ ചെയർമാൻ മുഹമ്മദ് റിപ്പൺ അധ്യക്ഷത വഹിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് നിരവധി പേർ ഇതിനെതിരെ സംസാരിച്ച് രംഗത്ത് വരികയുണ്ടായി. വിദ്യാർത്ഥി യുവജന കൂട്ടായ്മകളുടെ ഐക്യദാർഢ്യ കലാപരിപാടികളും ഇതിനോടകം തന്നെ അരങ്ങേറിയതായും വിവരങ്ങൾ ലഭ്യമായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.